ജോഫ്ലോ 190.1 ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷൂ നോക്കിയ സമയത്ത് മേടിച്ചതാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 100 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ ആ ഒരു ചൂടോടെ തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഷൂ ഇട്ടാണ് ഓടിയത്. അന്ന് ഇതൊരു 100 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ ഓവറോൾ ഒരു 106 107 കിലോമീറ്റേഴ്സ് ഈ ഷൂവിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 100 കിലോമീറ്ററിൽ ഇതുപോലെ ഒരു 2500 റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഷൂ ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള ഒരു ഫീഡ്ബാക്ക് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതിൻ്റെ ഗ്രിപ്പാണ്. ഗ്രിപ്പ് നല്ല കുറവാണ് ഈ ഷൂവിൽ. കാരണം എൻ്റെ ബാക്കിയുള്ള ഷൂ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് റൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഗ്രിപ്പ് കുറവുള്ള ഷൂ ഇതാണ്. പ്രത്യേകിച്ച് ഒരു മഴയൊക്കെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ രാവിലെ കുറച്ച് മഞ്ഞൊക്കെ ഉള്ള ദിവസമാണ്, റോഡൊക്കെ കുറച്ച് നനഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രിപ്പ് നല്ല കുറവാണ്. ഇത്രയും ഗ്രിപ്പ് ഉണ്ടെങ്കിലും ഇതിങ്ങനെ തെന്നി പോകുന്ന ഒരു ഫീലാണ് ഓടുമ്പോൾ. നമുക്ക് ട്രാക്ഷൻ വളരെ കുറവുള്ള ഒരു ഷൂ ആണ്. പിന്നെ സ്റ്റാക്ക് ഹൈറ്റ് ഇതിൽ ഓൾറെഡി ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല കുറവാണ് ഈ ഷൂവിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷൂ അല്ല. പക്ഷേ ഒരു വീക്ക്ലി ഒരു 20 കിലോമീറ്റർ വരെ ഇത് യൂസ് ചെയ്യാമെന്ന് ഡെക്കാത്ലോൺ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനെല്ലാം ഇത് ഓക്കെയാണ്. നിങ്ങൾക്ക് ഈസി റൺസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷൂ ആണ്. ഒരു 5K 7K 10K റണ്ണൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ വലിയ കുഴപ്പമില്ലാതെ കംഫർട്ടബിളായിട്ട് ഓടാൻ പറ്റുന്ന ഒരു ഷൂ ആണ്. പക്ഷേ നിങ്ങളൊരു ഹാഫ് മാരത്തോൺ പോലത്തെ ഡിസ്റ്റൻസ് ഒക്കെ ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ വീക്കെൻഡ് ലോങ് റണ്ണൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യും. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു പേടി ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻസോൾ പെട്ടെന്ന് ഹാർഡാവുമെന്നാണ്. പക്ഷേ ഈ 100 കിലോമീറ്ററിൽ അങ്ങനെ പറയാനും മാത്രം ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതായത് ഞാൻ ആ വാങ്ങിച്ച സമയത്തുള്ള സോഫ്റ്റ്നെസ് തന്നെ 100 കിലോമീറ്റർ കഴിഞ്ഞിട്ടുമുണ്ട്. മേ ബി ഒരു 300 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ഹാർഡായി തുടങ്ങുമായിരിക്കും. പക്ഷേ ഇൻസോൾ ഇപ്പോഴും നല്ല കണ്ടീഷനിലാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷൂവിന് ലോ സ്റ്റാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും 4 ഫുട്ട് സ്ട്രൈക്ക് ചെയ്തായിരിക്കും ഓടുന്നത്. അധികം ഹീലിലോട്ട് പോയില്ല. അപ്പോൾ ഇമ്പാക്റ്റിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടെ നമുക്ക് ഫീൽ ആവും. ഇമ്പാക്റ്റ് കറക്റ്റ് നമ്മൾ ഓരോ പ്രാവശ്യം ഗ്രൗണ്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇമ്പാക്റ്റ് നല്ല ഫീൽ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈസി റണ്ണിന് പറ്റിയൊരു ഷൂ ആണിതെന്ന് പറയാം. 100 കിലോമീറ്ററിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 2500-ന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഷൂ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത്, പ്രത്യേകിച്ച് സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരുപാട് പേരിൽ നിന്ന് എനിക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ബ്രോ 1500-ന് താഴെയുള്ള ഷൂസ് സജസ്റ്റ് ചെയ്യാമെന്നുള്ളത്. ആ റേഞ്ചിന് ശരിക്കും പറഞ്ഞാൽ ഷൂസ് കുറവാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇന്ത്യൻ ബ്രാൻഡ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല റണ്ണിങ് ഷൂസ് ഇറക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി അത്യാവശ്യം റിസർച്ചൊക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ ഷൂസൊന്നും എൻ്റെ കയ്യിലില്ല. ബാക്കിയുള്ളൊരു റിവ്യൂ ചെയ്തതിൻ്റെ ബേസിൽ നാളെ ഒരു വീഡിയോ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ആ വീഡിയോ മിസ്സാവാതെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. വീഡിയോ നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഇതുപോലത്തെ റണ്ണിങ് ഷൂ റിവ്യൂസ് ഞാൻ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.